Hi students, today we are dealing with the topic image contrast and weighting. All clinical diagnostic images must demonstrate contrast between normal anatomic feature and if there is no contrast difference, it is impossible to identify the abnormalities within the body. MRI സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് എക്സലൻറ്റ് സോഫ്റ്റ് ടിഷ്യൂ ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ ഇമേജസ്. Factors affecting the image contrast is divided into two. First one എന്ന് പറയുന്നത് intrinsic contrast parameters. Intrinsic contrast parameters എന്ന് പറയുമ്പം അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല because they are inherent to the body tissues. Second one എന്ന് പറയുന്നത് extrinsic contrast parameters. So they are that can be changed. Okay, അതായത് നമുക്ക് externally നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ആണത്. നമ്മുടെ MRIയിൽ ഇൻട്രിൻസിക് കോൺട്രാസ്റ്റ് പാരാമീറ്റേഴ്സ് ആണ് T1 റിക്കവറി ടൈം, T2 ഡിക്കേ ടൈം, പ്രോട്ടോൺ ഡെൻസിറ്റി. ഓക്കെ, അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് ആണെങ്കിൽ TR, TE, ഫ്ലിപ്പ് ആംഗിൾ, B വാല്യൂ. ഓക്കെ, ഒരു MRI ഇമേജ് എടുക്കുമ്പോൾ നമ്മൾക്കതിൽ ഹൈ സിഗ്നൽ ഏരിയാസ് കാണാം, അതായത് ബ്രൈറ്റർ പോർഷൻ. അതുപോലെ തന്നെ ലോ സിഗ്നൽ ഏരിയാസ് കാണാം, അതായത് ഡാർക്കർ പോർഷൻ. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ MRI ഫിസിക്സ് പാർട്ട് 2 നമ്മൾ പഠിച്ച കാര്യമാണ്. ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചാണ് നമ്മൾക്ക് കിട്ടുന്ന സിഗ്നൽസിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. സോ അതായത് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും. സോ ആ ഏരിയാസാണ് നമുക്ക് ബ്രൈറ്റർ പോർഷനായിട്ട് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡാർക്കർ പോർഷനായിട്ട് കാണുന്നതിൻ്റെ കാരണം നമുക്ക് കിട്ടിയ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവാണ്, അതായത് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷന് ആ സമയത്തുള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറവായതുകൊണ്ടാണ്. സോ ഇനി നമുക്ക് കോൺട്രാസ്റ്റ് മെക്കാനിസത്തിനെ സഹായിക്കുന്ന ഓരോ ഫാക്ടേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. T1 റിലാക്സേഷൻ ടൈമിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. സോ നമുക്കറിയാം T1 റിലാക്സേഷൻ ടൈം ഇറ്റ്സ് ഓൾസോ നോൺ ആസ് സ്പിൻ ലാറ്റിസ് റിലാക്സേഷൻ ടൈം. ഈ സ്പിൻ ലാറ്റിസ് റിലാക്സേഷൻ ടൈം നമ്മുടെ ടിഷ്യൂവിൽ നടക്കണമെങ്കിൽ, അതായത് നമ്മുടെ ബോഡി ടിഷ്യൂവിൽ നടക്കണമെങ്കിൽ ചില ഫാക്ടേഴ്സ് അതിന് ഫേവറബിൾ ആയിരിക്കണം. സോ അതിൽ മെയിൻ ഫാക്ടറാണ് ഇഫ് ദ ഇൻഹെറൻറ്റ് എനർജി ഓഫ് എ ടിഷ്യൂ ഇസ് ലോ, ദ മോളിക്കുലർ ലാറ്റിസ് ഇസ് മോർ ഏബിൾ ടു അബ്സോർബ് ദ ലാറ്റിസ് എനർജി. ഇൻഹെറൻറ്റ് എനർജി എന്ന് വെച്ചാൽ ഓരോ ടിഷ്യൂവിനും അതിൻ്റേതായ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു എനർജി ഉണ്ട്. ഓക്കെ, ആ ഇൻഹെറൻറ്റ് എനർജി ലോ ആണെങ്കിൽ ഈ മോളിക്കുലർ ലാറ്റിസിലേക്ക് വരുന്ന എനർജീനെ വേഗം അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ആ ടിഷ്യൂസിനുണ്ടാവും. അതായത് നമ്മുടെ സ്പോഞ്ചിനെ പോലെ വേഗം അത് അബ്സോർബ് ചെയ്യും. ഇനി അതുപോലെ തന്നെ T2 റിലാക്സേഷൻ ടൈമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഏതാണെന്ന് നോക്കാം. സോ നമുക്കറിയാം T2 റിലാക്സേഷൻ ടൈം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി നെയ്ബറിംഗ് ഇൻട്രാക്റ്റിംഗ് ന്യൂക്ലിയർ. സോ അങ്ങനെയാണെങ്കിൽ in tissues where the molecules are closely packed, this interaction will be more efficient. അതായത് അടുത്തടുത്തടുത്ത് മോളിക്യൂൾസ് പാക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. സോ T2 റിലാക്സേഷൻ ടൈമിനെ എൻഹാൻസ് ചെയ്യുന്നൊരു ഫാക്ടറാണത്. മോളിക്കുലർ ടംബ്ലിംഗ് റേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ആവറേജ് റേറ്റ് അറ്റ് വിച്ച് മോളിക്യൂൾസ് ടംബിൾ. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വഴിയെ പറയാം. Generally, the two extremes of contrast in MRI are fat and water. സോ ആദ്യം തന്നെ നമുക്ക് T1 റിക്കവറി ഇൻ ഫാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് T1 റിക്കവറിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഇൻഹെറൻറ്റ് എനർജി ഷുഡ് ബി ലോ. ഫാറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഫാറ്റ് ആർ കമ്പോസ്ഡ് ഓഫ് ലിപ്പിഡ്സ്. സോ ലിപ്പിഡ്സ് ആർ ലൈക്ക് സ്പോഞ്ച്. സോ നമ്മൾ പറഞ്ഞു സ്പോഞ്ച് ടൈപ്പ് ടിഷ്യൂസ് ആണെങ്കിൽ ദേ ഹാവ് എ ലോ ഇൻഹെറൻറ്റ് എനർജി. സോ ഫസ്റ്റ് ഫാക്ടർ തന്നെ ഫാറ്റിൻ്റെ എന്താണ്? T1 റിക്കവറിനെ ഫേവർ ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ തേർഡ് ഫാക്ടറായ മോളിക്കുലർ ടംബ്ലിംഗ് റേറ്റ് ഫാറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. സോ ഫാറ്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ മോളിക്യൂൾസിന് അധികം അങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ അതിൻ്റെ ടംബ്ലിംഗ് റേറ്റ് പെർ മോളിക്യൂൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇറ്റ് മേ മാച്ചസ് വിത്ത് ദ ലാമ ഫ്രീക്വൻസി ഓഫ് ദ ഹൈഡ്രജൻ ന്യൂക്ലിയർ. സോ അങ്ങനെ ഫ്രീക്വൻസി തമ്മിൽ മാച്ചപ്പ് ആയാൽ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ് ആയിട്ടൊരു എനർജി ട്രാൻസ്ഫർ അവിടെ നടന്നിരിക്കും. സോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫാറ്റ് റീഗെയിൻസ് ലോഞ്ചിറ്റ്യൂണൽ മാഗ്നറ്റൈസേഷൻ റാപ്പിഡ്ലി. സോ ഇനി നമുക്ക് T2 ഡിക്കേ ഇൻ ഫാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. T2 ഡിക്കേനെ ഫേവർ ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ഇൻഹോമോജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ നെയ്ബറിംഗ് ഇൻട്രാക്റ്റിംഗ് ന്യൂക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഈ നെയ്ബറിംഗ് ന്യൂക്ലിയർ എല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് ക്ലോസ്ലി പാക്ഡ് ആണെങ്കിൽ
ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് എങ്ങനെയായിരിക്കും, വളരെ കൂടുതലായിരിക്കും അല്ലേ. സോ അതേസമയം ഈ നെയ്ബറിങ് ന്യൂക്ലിയർ ഡിസ്പേഴ്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിലോ ആ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വളരെ കുറവായിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, T2 ഡിക്കേക്കും ഫേവർ ചെയ്യുന്ന ഫാക്ടറാണ് നമ്മുടെ ഫാറ്റിലുള്ളത്. സോ ഫാറ്റ് ലൂസസ് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ റാപ്പിഡ്ലി. സോ അടുത്തതായി നമുക്ക് T1 റിക്കവറി ഇൻ വാട്ടർ എങ്ങനെയാണെന്ന് നോക്കാം. വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇൻഹറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈ. സോ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം T1 റിക്കവറിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടർ എന്താണ്, ഇൻഹറൻറ്റ് എനർജി ഷുഡ് ബി ലോ ആണ്. സോ ഇവിടെ വാട്ടർ മോളിക്യൂൾസിൻ്റെ ഇൻഹറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഹൈ ആയതുകൊണ്ട് തന്നെ T1 റിക്കവറിനെ ഫേവർ ചെയ്യുന്നൊരു ഫാക്ടർ അല്ല നമ്മുടെ വാട്ടർ മോളിക്യൂൾസിനുള്ളത്. ഇനി നമുക്ക് മോളിക്കുലർ ടംബ്ലിംഗ് റേറ്റ് എങ്ങനെയാണ് വാട്ടറിൽ നിന്ന് നോക്കാം. വാട്ടർ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഡിസ്പേഴ്സ്ലി അറേഞ്ച്ഡ് ആണ്. അതായത് ഒരു മോളിക്യൂളും മറ്റൊരു മോളിക്യൂളും തമ്മിൽ നല്ല സ്പേസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിന് നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റും, അതായത് റാപ്പിഡായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ റാപ്പിഡ്ലി മൂവ് ചെയ്യുന്നതായതുകൊണ്ട് ചിലപ്പോൾ അത് ഹൈഡ്രജൻ ന്യൂക്ലിയയുടെ പ്രൊസിഷനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ എനർജി ട്രാൻസ്ഫർ അവിടെ നടക്കുന്നില്ല. സോ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ലോഞ്ചിറ്റ്യൂണൽ മാഗ്നറ്റൈസേഷൻ സ്പീഡപ്പായി നടക്കാനുള്ള ഒരു ഫാക്ടേഴ്സും നമ്മുടെ വാട്ടർ മോളിക്യൂൾസിന് ഇല്ല. സോ കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് വാട്ടർ റീഗെയിൻസ് ലോഞ്ചിറ്റ്യൂണൽ മാഗ്നറ്റൈസേഷൻ സ്ലോലി. ഇനി നമുക്ക് T2 ഡിക്കേ ഇൻ വാട്ടർ നോക്കാം. സോ T2 ഡിക്കേൻ്റെ കണ്ടീഷൻ എന്താണ്, ഇൻഹോമജീനിയസ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ നെയ്ബറിങ് ഇൻട്രാക്റ്റിംഗ് ന്യൂക്ലിയർ. സോ ഈ വാട്ടർ മോളിക്യൂൾസ് ഡിസ്പേഴ്സ്ലി അറേഞ്ച്ഡ് ആയതുകൊണ്ട് തന്നെ അത്രയും സ്പേസ് ഉള്ളതുകൊണ്ട്, രണ്ട് മോളിക്യൂൾസ് തമ്മിൽ അത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻട്രാക്ഷൻ വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം T2 ഡിക്കേ ഇൻ വാട്ടർ വളരെ സ്ലോലി ആയിട്ടേ നടക്കത്തുള്ളൂ. ഓക്കെ. സോ ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് TR, അതായത് റെപ്പറ്റീഷൻ ടൈം. ഇറ്റ് ഈസ് ദ ടൈം ഫ്രം ദ ആപ്ലിക്കേഷൻ ഓഫ് 1 RF പൾസ് ടു ദി ആപ്ലിക്കേഷൻ ഓഫ് ദി നെക്സ്റ്റ് RF പൾസ്. T എന്ന് പറയുന്നത് ദ എക്കോ ടൈം. ഇറ്റ് ഈസ് എ ടൈം ഫ്രം ദ ആപ്ലിക്കേഷൻ ഓഫ് ദ RF പൾസ് ടു ദി പീക്ക് ഓഫ് ദ സിഗ്നൽ ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. ഇനി നമ്മൾക്ക് ഈ T ആൻഡ് TR എന്ന് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് നമുക്ക് എങ്ങനെയാണ് ഒരു T1 വെയ്റ്റൻ്റ് ഇമേജ്, അതായത് ഫാറ്റ് വെയ്റ്റഡ് ഇമേജ്, അതുപോലെ തന്നെ T2 വെയ്റ്റൻ്റ്, അതായത് വാട്ടർ വെയ്റ്റഡ് ഇമേജ് കിട്ടുന്നതെന്ന് നോക്കാം. ഈ ഫിഗർ ഒന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ യെല്ലോ ലൈൻ ഫാറ്റും അതുപോലെ തന്നെ ബ്ലൂ ലൈൻസ് വാട്ടറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് RF പൾസ് വാട്ടറിനും ഫാറ്റിനും ഒരേപോലെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ രണ്ടുപേരും ഒരേപോലെ തന്നെ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റൈസേഷൻ കമ്പോണൻറ്റിലേക്ക് ഫ്ലിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ ആ ഫ്ലിപ്പായി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ RF പൾസ് സ്റ്റോപ്പ് ചെയ്തു. ഇനിയാണ് നമ്മുടെ അടുത്ത ഡെസിഷൻ, അതായത് എപ്പോഴാണ് അടുത്ത RF പൾസ് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ TR നമ്മളിവിടെ ഡിസൈഡ് ചെയ്യാൻ പോവാണ്, റെപ്പറ്റീഷൻ ടൈം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യമാണ് ഫാറ്റ് വിൽ റിക്കവർ ഫാസ്റ്റർ ദാൻ വാട്ടർ. അതായത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഫാറ്റ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. സോ അതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്, അടുത്ത RF പൾസ് നമുക്ക് വേഗം തന്നെ കൊടുക്കാൻ പറ്റും, ഫാറ്റിൻ്റെ സിഗ്നലാണ് നമുക്ക് വേണ്ടതെങ്കിൽ അല്ലേ. അതേസമയം വാട്ടറിൽ നിന്നുള്ള സിഗ്നലാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അടുത്ത RF പൾസ് കൊടുക്കാനാണെങ്കിൽ. കാരണം എന്താണ്, വാട്ടറിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് ഫാറ്റിനേക്കാളും കുറച്ച് കൂടുതൽ സമയമെടുത്തിട്ടാണ് നടക്കുന്നത്. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഒരു ഫാറ്റ് വെയ്റ്റഡ് ഇമേജ്, അതായത് ഒരു T1 വെയ്റ്റഡ് ഇമേജ് ആണെങ്കിൽ നമ്മളുടെ TR എങ്ങനെയായിരിക്കണം, ഇറ്റ് വിൽ ബി ഷോർട്ട്. സോ T1 വെയ്റ്റഡ് ഇമേജിന് TR എന്ന് പറയുന്നത് ഷോർട്ടാണ്. സോ T എങ്ങനെ തന്നെ ആയിരിക്കും, ഒബ്വിയസ്ലി ഷോർട്ടായിരിക്കും, ബിക്കോസ് നമുക്ക് പെട്ടെന്ന് തന്നെയാണ് നമുക്ക് സിഗ്നൽസ് കിട്ടുന്നത്. ഓക്കെ. സോ T എന്താണ്, RF പൾസിൽ നിന്നും നമ്മുടെ സിഗ്നൽ കിട്ടുന്ന സമയം അത് വളരെ ഫാസ്റ്റാണ് നമ്മുടെ ഫാറ്റിൻ്റെ കേസിൽ. സോ ഫോർ T1 വെയ്റ്റഡ് സിഗ്നൽസ് T ഷോർട്ടാണ്, TRും ഷോർട്ടാണ്. സോ നമുക്കൊരു വാട്ടർ ബേസ്ഡ് സിഗ്നൽസ് ആണ് വേണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു ലോങ് TR വേണം അപ്ലൈ ചെയ്യാൻ. കാരണം വാട്ടർ പയ്യെ റിക്കവർ ആവത്തുള്ളൂ ലോഞ്ചിറ്റ്യൂണൽ മാഗ്നറ്റൈസേഷനിലേക്ക്. അങ്ങനെ നമ്മൾ ലോങ് TR ആണ് കൊടുക്കുന്നതെങ്കിൽ ഫാറ്റ് ഓൾറെഡി റിക്കവേർഡ് ആവും. അതുകൊണ്ട് തന്നെ ഫാറ്റിൽ നിന്നുള്ള സിഗ്നൽസ് ഒന്നും കിട്ടത്തില്ല, കാരണം അത് ഓൾറെഡി B0 ആയിട്ട് അലൈൻ ആയിട്ടുണ്ടാവും, അതിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ മാഗ്നറ്റൈസേഷനുമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടാവും. സോ വാട്ടറിനുള്ള പീക്ക് സിഗ്നലിന് വേണ്ടിയാണ് നമ്മളിനി വെയിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഇമേജിനെയാണ് നമ്മൾ T2 വെയ്റ്റഡ് ഇമേജ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ T എങ്ങനെയാണെന്ന് വെച്ചാൽ അതും ലോങ് ആയിരിക്കും, കാരണം RF പൾസ് തൊട്ട് അതിൻ്റെ പീക്ക് സിഗ്നൽ കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് കുറച്ച് ലാഗ് ചെയ്യുന്ന ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ T എന്ന് പറയുന്നത് ലോങ് ആയിരിക്കും.
സോ ഇന്നത്തെ ക്ലാസ് തീർന്നിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ സ്റ്റുഡൻസ്.